ഒരു സ്ത്രീക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ വ്യക്തിയോടെ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആരും ഇത് തിരക്കാൻ പോകുന്നില്ല? എന്തുകൊണ്ട് തിരക്കാൻ പോകുന്നില്ല? സ്ത്രീകൾക്ക് എന്തുമാകാമെന്നാണോ? ഞാനെല്ലാ സ്ത്രീകളെയൊന്നും ഇവിടെ കുറ്റം പറയില്ല കേട്ടോ. സിനിമാ നടൻ സുധീറിന്റെ കുറച്ച് എക്സ്ക്ലൂസീവ് വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സുധീറിനെ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. യക്ഷിയും ഞാനും എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. യക്ഷിയും ഞാനും മാത്രമല്ല, വേറെ ഒട്ടധികം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. എന്നാൽ അധികം ആൾക്കാരൊന്നും ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും അതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത് മുന്നോട്ട് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരും റിയാക്ട് ചെയ്തോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ ഒരു ഇന്റർവ്യൂവിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് സ്ത്രീകൾക്കെതിരെ നടന്ന കുറെ വൃത്തികേടുകളൊക്കെ പുറത്തു വരുന്നു. ഒരുപാട് പേര് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. വളരെ നല്ല കാര്യം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെയും എല്ലാവരും ഒന്ന് ഉറ്റുനോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സ്ത്രീകൾക്കെതിരെ നടന്നതിനെ പൊക്കിയെടുത്ത് നടക്കുകയാണിപ്പോ. ഒരു പുരുഷൻ ഇവിടെ നടന്ന വൃത്തികേടുകൾ, അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളത്, അതിവിടെ ആരും ചർച്ചക്കെടുക്കുന്നില്ല. എന്തുകൊണ്ട്? അത് ഒരു സ്ത്രീയിൽ നിന്ന് ആ വ്യക്തിക്കുണ്ടായ ദുരനുഭവമൊക്കെ ആ വ്യക്തി പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്. അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ജോലി എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത്, പടമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പോൾ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എനിക്ക് ആരും നീതി തരും? എന്താണ് ഏട്ടാ, നമുക്കൊരു നീതിയില്ല, അവർക്ക് വേറെ നീതി. എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അല്ലെങ്കിൽ എന്നെ എന്ത് പേരാ എന്നെ വിളിക്കണം അതിന്? ഒരു സ്ത്രീക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ വ്യക്തിയോടെ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആരും ഇത് തിരക്കാൻ പോകുന്നില്ല? എന്തുകൊണ്ട് തിരക്കാൻ പോകുന്നില്ല? സ്ത്രീകൾക്ക് എന്തുമാകാമെന്നാണോ? ഞാനെല്ലാ സ്ത്രീകളെയൊന്നും ഇവിടെ കുറ്റം പറയില്ല കേട്ടോ. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷെ ഇങ്ങനെയുള്ള ചില ആളുകളും ഉണ്ട് സിനിമാ ഇൻഡസ്ട്രിയിൽ എന്നതാ ഈ വ്യക്തി ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കിപ്പോ പറയാം. ഇന്നുമായിട്ട് സിദ്ദിഖിക്ക രാജിവെച്ചു. മുകേഷ് അടുത്തത് പെടാൻ പോകുന്നു. മറ്റേ റിയാസ് ഖാനെതിരെയായിട്ട് ഒരു സ്ത്രീ, ആ റിയാസ് ഖാനെതിരെ പറഞ്ഞ വ്യക്തി തന്നെയാണ് സിദ്ദിഖിക്കെതിരെയും സംസാരിച്ചിട്ട് സിദ്ദിഖിക്ക ഇപ്പൊ രാജിവെക്കുന്നത്. ഓക്കെ, ഇന്നലെ ആ വ്യക്തി സിദ്ദിഖിക്കെതിരെ പറഞ്ഞു, ഇന്ന് ആ വ്യക്തി റിയാസ് ഖാനെ പറയുന്നു. നാളെ ഇനി അവർ ആരെ പറയും? ഞാൻ കുറച്ചു മുന്നേ ആലോചിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇവർ ഒരു ദിവസം തന്നെ ഈ പേരുകളെല്ലാം പറയുന്നില്ല? ഇന്നലെ ഒരാൾക്കെതിരെ, ഇന്ന് അടുത്ത ആള്, ഇനി നാളെ അടുത്ത ആള്, ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക. സത്യമാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് കണ്ട ഒരു പോയിന്റ് ഞാനിവിടെ പറഞ്ഞു വെച്ച് പോവുക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ആണ് വന്ന് ഇവിടെ സംസാരിച്ചപ്പോഴത്തേക്ക് അതിനെ മൈൻഡ് ചെയ്യാൻ ആരും ഇല്ല ഇവിടെ. ഒരു പെണ്ണിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. 3 കൊല്ലം അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കാനോ ഇതിനെതിരെ സംസാരിക്കാനോ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും ഒരാളും വരുന്നില്ലല്ലോ. എതിരെ സംസാരിക്കാൻ മിക്കവാറും എന്താണെങ്കിലും കുറെ സ്ത്രീകൾ ചിലപ്പോൾ വരുമായിരിക്കും ഇപ്പൊ. പക്ഷെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും, ആ വ്യക്തി ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? ആരുടെ പോയി കംപ്ലൈന്റ് ചെയ്യും? പുള്ളി കംപ്ലൈന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു പരിപാടി നടന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്ത് ആ സ്ത്രീക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് പരാതിയില്ല. അയാൾ ചോദിക്കുന്നത് എന്ത് വെച്ച് ഞാൻ പരാതി കൊടുക്കും? ശരിയല്ല അദ്ദേഹം ചോദിക്കുന്നത്? പരാതി കൊടുക്കാനോ ഇവിടുത്തെ നിയമ നടപടിയൊന്നും അവർക്ക് നേരെ എടുക്കാനോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സ്ത്രീകളും ഇവിടെയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഈ വ്യക്തിയുടേത്. ഓക്കെ, ബാക്കി കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈന്റ് ചെയ്യും? അപ്പോൾ ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ? അതെ, പെണ്ണുങ്ങളിൽ നിന്നും ആണുങ്ങളിൽ നിന്നൊക്കെ അനുഭവിച്ചു. പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. ആരോട് പറയും? ഞാൻ ആരോടും. ആര് കേൾക്കും? എന്നെ ആര് കേൾക്കും? അപ്പൊ എന്നെ ഇപ്പം എൻ്റെ ആളെ കുട്ടൻ എന്ന് പറയും. ആയിക്കോട്ടെ.
ഇതാണ് ലോകം, അതാണ്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇത്രയും പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ചാനലിൽ എനിക്ക് അന്നം തരുന്ന ഇൻഡസ്ട്രി. കാരണം ഈ പറഞ്ഞവരൊക്കെ സിനിമാക്കാരാണ്, പെണ്ണാലും ആണാലും സിനിമയുടെ ചോറാണ് എല്ലാവരും കഴിക്കുന്നത്. അതെ, ഇവർ ചങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? സിനിമ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സിനിമ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയല്ല, ലോക സിനിമ, ഈ പ്രവണതയൊക്കെ നടക്കുന്നതാണ്. ആരും കയറി പിടിക്കുന്നില്ല. എല്ലാ ഫീൽഡിലും, ഇപ്പം ടെക്സ്റ്റൈൽസ് ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള പരിപാടികളിലെ മേലുദ്യോഗസ്ഥർ ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പം എനിക്കറിയാവുന്ന എത്രയോ പല പല സ്ഥാപനങ്ങളിലുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. സ്ത്രീകൾ മാത്രമല്ല, ഞാനത് പറഞ്ഞു, എല്ലാ സ്ത്രീകളും മാത്രമായിട്ട് ഞാൻ പറയില്ല, സ്ത്രീകളുമുണ്ട്. ചില പുരുഷന്മാർ, ആ വ്യക്തി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ചില ആണുങ്ങൾ അദ്ദേഹത്തെ മോശമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ മൊത്തം പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനകത്ത് വേറെ കുറെ, ഞാൻ ഈ നമ്മളിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നതിനകത്ത് ഞാൻ എല്ലാം ഒന്നും വെക്കുന്നില്ല, കുറെ അധികം കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വൈഫ് ഒരു കാര്യം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നു, അതായത് നേരത്തെ ഇദ്ദേഹം ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. 3 വർഷത്തോളം ഇയാളെ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു നായിക, ഒരു സ്ത്രീ ഇയാളെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നു, ആ വ്യക്തി, ആ ഒരു സ്ത്രീ ഇദ്ദേഹത്തിന്റെ വൈഫിനോട് പോയി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇയാളെ എനിക്ക് വിട്ടു തരണം, നിങ്ങൾക്ക് സ്ഥലമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരാം എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ഈ ഒരു ചേച്ചിയോട്, ഈ വ്യക്തിയുടെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു വ്യക്തിയെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂല്, അതായത് എനിക്ക് സിനിമകളില്ല, എനിക്ക് മുന്നോട്ട് ജീവിക്കണം, അപ്പൊ അവരുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, അതിന്റെ ഇടയ്ക്ക് അവർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കണം. അങ്ങനെയും ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവരുടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കുന്നത്. അത് കൂടാതെ ഇവരെന്ത് പറയുന്നു, വീണ്ടും അതാണ് ഞാൻ പറയുന്നത്, ഇവരെന്ത് പറഞ്ഞാലും അത് നിന്ന് കൊടുക്കണം. കാരണം ആ വ്യക്തിക്ക് ജീവിക്കണം എന്നത് വേണമായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് അതിനകത്തൊന്ന് മനസ്സിലായത്, ഈ ഒരു ഇന്റർവ്യൂ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ എന്ന്. എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ മൊത്തം കണ്ടപ്പോൾ മനസ്സിലായത്, ഈ വ്യക്തി പറഞ്ഞത് വെച്ചിട്ട് ഇവരുടെ കല്യാണ ശേഷം, കാരണം ആ സമയത്തായിരിക്കുമല്ലോ ഈ ചേച്ചിയോട് വന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആ സ്ത്രീ, അതായത് വിട്ടു തരണം, നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. സ്ത്രീകൾ പോലും, എല്ലാ സ്ത്രീകളും ഒന്നും അത്ര നീറ്റാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞു വെക്കണ്ട, ഉണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്ന പോലെ സിനിമാ മേഖലയിൽ മാത്രമാണോ ഇത് നടക്കുന്നത്? അല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ ചിലപ്പോൾ സിനിമാ മേഖലയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ച് കൂടുതൽ എല്ലാ ഫീൽഡിലും ഉണ്ട്. നമ്മുടെ മുതലാളിമാർ, തൊഴിലാളിമാരെ മറ്റേ ഉണ്ട്, ഇല്ലാഴികയൊന്നുമില്ല. നിൽക്കണമെങ്കിൽ, ആ ഒരു കമ്പനിയിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ചില സ്ത്രീകളും കാണും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. എല്ലാ ഫീൽഡിലും ഉണ്ട് ഇത്. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിലായിരിക്കാം. ഓക്കെ, ബാക്കിയും കൂടെ ഇപ്പോൾ വന്ന പുതിയ വേർഡ്സ് ഉണ്ടല്ലോ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്, കാസ്റ്റിംഗ് കൗച്ച്. അപ്പോൾ ചേട്ടൻ എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത്? എന്താ? ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വാഴ കണ്ടു, അതിനകത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ല ആ സിനിമയിൽ. ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ DNA ഞാൻ അഭിനയിച്ച പടം, അതിനകത്തുണ്ട് 2-3 പെണ്ണുങ്ങളുണ്ട്. മറ്റേ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി നാശികയുടെ പടം, നായിക അല്ലാതെ വേറെ ആരും എൻ്റെ സ്മൃണുണ്ട്. ഈ വാഴയ്ക്കകത്ത് സ്മൃണു ഉണ്ട്. വേറെ ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഗുലാം തട്ടുകട, പേരിലൊരു നായികയുണ്ട്, ഒരു സ്ത്രീ. ഇപ്പം റിലീസാകുന്നു ഒമർ ലുലുവിൻ്റെ പടം, അതിനകത്ത് ഷീല മാം അല്ലാതെ, പുള്ളിക്കാരത്തല്ലാതെ വേറെ അതിനകത്തില്ല, ആരാധ്യമുണ്ട്, പേരിന് ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീജനങ്ങളെ വയ്ക്കുന്നില്ല? പേര് കേൾക്കുമെന്ന് പേടിച്ചിട്ട് എന്തിനാ റിസ്ക് എടുക്കണത്? ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരെ പോലും വയ്ക്കാത്തൊരവസ്ഥയായി. അതെന്താണ്? അത് നേരത്തെ സ്ത്രീകൾ ഇഷ്ടംപോലെ എല്ലാ പടത്തിലും നിറച്ച് പെണ്ണുങ്ങളും ഒക്കെ. ഞാൻ ആ മിന്നായിട്ട് സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുവൻ ഇപ്പം ഈ പറഞ്ഞ പോലെ സീരിയലിൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ. മനസ്സിലായില്ലേ? സിനിമയിൽ അതിനകത്ത് മാത്രമേ ഉള്ളൂ. സിനിമയിൽ പെണ്ണുങ്ങളെ വെച്ച് അവർക്ക് ഒന്നാമത്തെ കാര്യം, സ്ത്രീ ഓഡിയൻ്റ് ഫിലിം ഇറങ്ങിയാൽ അത് വലിയ സാമ്പത്തികമായിട്ട് ഓടുന്നില്ല. ഇദ്ദേഹം പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും മുന്നോട്ടുള്ള കാലത്ത് പ്രൊഡ്യൂസർമാർക്കാണെങ്കിലും ഡയറക്ടർമാർക്കാണെങ്കിലും ഒരു പേടി കാണും. വെറുതെ ആണെങ്കിൽ പോലും, അവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു സ്ത്രീയെ അഭിനയിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ നാളെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറയുമോ,
ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾ പെടുമോ എന്നുള്ളൊരു പേടി ഇനി ഉണ്ടാകും. അതുണ്ടാകും എന്ന് വെച്ചിട്ട് എല്ലാ സ്ത്രീകളെ ടോട്ടലി നമുക്ക് ഒരിക്കലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പുരുഷന്മാരെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ത്രീകൾക്ക് പല സിനിമയിലും, അതുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കണ്ടു ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ഉർവശി ചേച്ചിക്കൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിൽ അഭിനയിച്ച ഉർവശി ചേച്ചിക്ക്, പക്ഷെ എത്ര ദിവസം ആ സിനിമ തിയേറ്ററിൽ ഓടി? ഇല്ല. കാരണം അതിനകത്ത് പുരുഷ പ്രാധാന്യം ഇല്ല, സ്ത്രീ പ്രാധാന്യമാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആരും പോയിരുന്ന് കാണുന്നില്ല. ഇത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് സിനിമയിലെ ചില ചേട്ടന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓടുന്നില്ല. ഡയറക്ടർമാര് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമായിട്ട് പടം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പടം ഓടുന്നില്ല. അതുകൊണ്ടാണ്. പടം ചിലപ്പോൾ നല്ലതായിരിക്കും, അതിനൊരു അവാർഡും കിട്ടും, പക്ഷെ ആ സിനിമ ഓടിയെങ്കിൽ മാത്രമല്ലേ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഇവിടെ. എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഈ വ്യക്തി പറയുന്ന കണക്ക് ചില പേടികൾ ഉണ്ടാവും. ഇനിയും സിനിമയിലേക്ക് സിനിമ ഷൂട്ടിങ്ങുകൾ അല്ലെങ്കിൽ ഇനിയും സിനിമകൾ വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാനൊന്നും പേടിക്കും. എന്ന് വെച്ചിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കില്ല എനിക്ക് തോന്നുന്നില്ല. സ്ത്രീ ഇല്ലാതെ ഒരു സിനിമ മുന്നോട്ട് പോകില്ല. ഒരു 40 അല്ലെങ്കിൽ ഒരു 50% സിനിമ അങ്ങനെ പോകില്ല, 50% സിനിമ ഓടും. ഇപ്പൊ വാഴയാണെങ്കിലും ശരി, നായികമാരില്ലാത്ത ഒരുപാട് സിനിമകളുണ്ടല്ലോ, ഓടിക്കോളും. പക്ഷെ ഏതെങ്കിലുമൊക്കെ സ്ത്രീ കഥാപാത്രം വേണം. മെയിനൊരു നായിക ഇല്ലെങ്കിലും സ്ത്രീകൾ വേണം, അങ്ങനെ വേണം. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളില്ലാതെ ഒരു സിനിമയും എനിക്ക് തോന്നുന്നില്ല. എത്ര സിനിമകൾ അങ്ങനെ എടുക്കും? സ്ത്രീകൾ വേണം. പക്ഷേ ഇനി എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വൃത്തികേടുകൾ ഇപ്പൊ ഇങ്ങനെ ഹേമ കമ്മിറ്റി വന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾ പലതും കുറയുമായിരിക്കും. ചൂഷണങ്ങൾ കുറയും, കുറെ എല്ലാവർക്കും ഒരു പേടി വരും. അതുപോലെ തന്നെ ആണുങ്ങൾ, ഈ വ്യക്തി ഇപ്പൊ ഇവിടെ അനുഭവിച്ചേക്കുന്ന പോലുള്ള കാര്യങ്ങൾ കുറെ ആളുകൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അവര് പുറത്ത് പറയാത്തതായിരിക്കാം. മനസ്സിലായില്ലേ? ചില സ്ത്രീകളാണെങ്കിലും ചില പുരുഷന്മാരെ ഇവിടെ ചൂഷണം ചെയ്തതൊക്കെ കാണും. ആ വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വ്യക്തി പറഞ്ഞതിനകത്തോട്ട് കൂടെ എല്ലാവരുടെയും ഒന്ന് ചെവി ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒന്ന് കേൾക്കണം കേട്ടോ, അല്ലാതെ ചുമ്മാ അങ്ങ് ചെവി മാറ്റിക്കൊണ്ട് അങ്ങ് പോകരുത്. ഈ വ്യക്തി പറയുന്നതിനകത്തുനിന്ന് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായം തോന്നി. എൻ്റെ ഒരു അഭിപ്രായം അത്. ഈ വ്യക്തി പറയുന്നതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഉൾപ്പെടെ.